ഒരു ഐഡിയൽ റിലേഷൻഷിപ്പിൽ ആ ഒരു ഹൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ മൊബൈൽ ലോക്കിന്റെ ആവശ്യമുണ്ടോ? ഐഡിയലി ചെയ്യേണ്ട ആവശ്യമില്ല. ഉം. കാര്യം എന്റെ പാർട്ട്ണർ, എന്റെ കാര്യങ്ങളെല്ലാം എന്റെ പാർട്ട്ണറോട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഉം. അപ്പം അവിടെ ഒന്നുകിൽ എന്തോ എന്റെ പാർട്ട്ണർ അറിയാൻ പാടില്ലാത്ത എന്തോ ഞാൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്ലി ചിലപ്പം ഒരു മിസ്റ്റേക്ക് എന്ന ലെവലായിരിക്കത്തില്ല ഞാൻ ചെയ്യുന്നത്, പക്ഷെ എന്നെ അമിതമായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ടെൻഡൻസി എന്റെ പാർട്ട്ണർക്ക് ഉണ്ടാവാം. ആ രണ്ട് രീതിയിലും ആൾക്കാർ ഹൈഡ് ചെയ്ത് വെക്കും. കാര്യം മേ ബി ഐ മൈറ്റ് ബി ടോക്കിംഗ് നോർമലി, ഞാൻ എന്റെ നോർമൽ എന്റെ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതും ഇതുപോലെയാണ്. എന്റെ പാർട്ട്ണർ ഇതുപോലെ എന്റെ പലതും എടുത്ത് കണ്ട് എന്നെ തെറ്റിദ്ധരിക്കുകയും വഴക്കിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടാവാം. ഓർ ഇറ്റ് കുഡ് ബി ഇൻ എൻ ഓൾഡ് റിലേഷൻഷിപ്പ്. ആ സമയത്ത് ഹൈപ്പർ അലേർട്ട് ആയിട്ട് ആ ഒരു ജഡ്ജ്മെന്റിനെ ഫിയർ ചെയ്യും. ലൈക്ക് എന്റെ പാർട്ട്ണർ കണ്ടു കഴിഞ്ഞാൽ എന്റെ റിലേഷൻഷിപ്പിൽ ഇത് പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നുള്ളത്. സോ എല്ലാം മറച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. അത് പേഴ്സന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഇൻ ജനറൽ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹൈഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഹൈഡിങ്ങിന്റെ ആവശ്യമില്ല, ഷോയിങ്ങിന്റെ ആവശ്യമില്ല. ഓക്കെ. എന്റെ ഫോണിന്റെ പാസ്വേഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്റെ ഗ്രേറ്റ്നെസ് ആണ്. പക്ഷെ എന്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ചീപ്നെസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഓക്കെ ടു ഷെയർ യുവർ പാസ്വേഡ് ആൻഡ് ഓൾ ദാറ്റ്. ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ പാർട്ട്ണറുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യണം, അവർ ആരോട് സംസാരിക്കുന്നത് നോക്കണം. അങ്ങനെ പ്രൂഫ് വെച്ച് സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, യു ഹാവ് ഇൻ ടു എൻ എക്സ്റ്റെന്റ് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തേ പറ്റും. കാര്യം യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് എല്ലാം തെളിവ് വെച്ചൊന്നും നീങ്ങാൻ പറ്റില്ല. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പിൽ എപ്പോഴും ലോജിക് വർക്ക് ചെയ്തില്ല, കുറച്ചൊക്കെ ഇമോഷണലാ. സോ ഐ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് മൈ പാർട്ട്ണർ ആൻഡ് ഞാൻ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുന്ന പോലെ എന്റെ പാർട്ട്ണർ എന്നെ ഇങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് എ വേ ടു ഗോ. പാസ്വേഡ് ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ല, ഷെയർ ചെയ്യാം. ഇത് കാണുന്ന കപ്പിൾസ് ഇനി മുതൽ വിചാരിക്കും, ഓക്കെ ഇനി മുതൽ എനിക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നതിനൊന്നും പ്രശ്നമില്ല, അങ്ങനെ ഒരു പാസ്വേഡിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കട്ടെ. പാസ്വേഡ് പൂട്ടി വെക്കുന്നവർക്ക് ടെൻഷനും ആവും, ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പ്രശ്നമാകും. പ്രശ്നമാവും. ഓക്കെ.